നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ രീതിയിൽ മാതൃദിനം ആഘോഷിച്ച് ഖത്തർ എയർവേസ്. അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു എന്നർത്ഥമുള്ള മോം ഐ ലവ് യു എന്ന വാക്ക് ഖത്തർ എയർവേസ് വിമാനത്തിൻ്റെ ബോഡിയിൽ എഴുതിയ വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു മാതൃദിനം ആഘോഷിച്ചത്. ഇതിലും വലിയ ആശംസ കാർഡുണ്ടെങ്കിൽ പറയൂ എന്ന തലക്കെട്ടോടുകൂടി ഖത്തർ എയർവേസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച 6 സെക്കൻഡ് ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ നിർമ്മിത വീഡിയോ ആദ്യ 1 മണിക്കൂറിനുള്ളിൽ തന്നെ 2,76,000-ലധികം പേരാണ് കണ്ടത്. ദുബായ് ആരോഗ്യ വിഭാഗം സ്ഥാപനങ്ങളിലെ 15 വർഷ സേവനം പൂർത്തിയാക്കിയ എല്ലാ നഴ്സുമാർക്കും ഗോൾഡൻ വിസ നൽകുമെന്ന് UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചു. രാജ്യാന്തര നഴ്സസ് ദിനമായ ഇന്നാണ് ഷെയ്ഖ് ഹംദാൻ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. കഴിഞ്ഞ ദിവസം റാസൽ ഖൈമയിൽ നടന്ന ഒരു ലേലത്തിൽ ഒരു സലാലി ആടിനെ വിറ്റുപോയത് 70,000 ദിർഹത്തിന്, അതായത് 16 ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപയ്ക്ക്. 2 മാസം മുമ്പ് ഒമാനിലെ ബർക്കയിൽ 5 ലക്ഷം രൂപയ്ക്കാണ് ഈ ഇനം സലാലി ആടിനെ വിൽപ്പന നടത്തിയത്. GCC രാജ്യങ്ങളിൽ വ്യാപകമായി വളർത്തുന്ന ഇനമാണ് സലാലി. ആടുകൾ ഒമാനിലാണ് ഇതിൻ്റെ ഉത്ഭവം. ഇത്രയും വലിയ തുകയ്ക്ക് ഒരു ആടിനെ വിൽക്കുന്നതും അപൂർവമാണ്. ഷാർജയിൽ മാലിന്യ കൂമ്പാരത്തിന് സമീപം കൈക്കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. അൽ ഖസമിയ പ്രദേശത്ത് റോഡരികിൽ മാലിന്യം നിറയ്ക്കാൻ ശ്രമിച്ച ഒരു മുനിസിപ്പൽ ജീവനക്കാരനാണ് മാലിന്യ കൂമ്പാരത്തിനടുത്തായി ഒരു കുഞ്ഞു സ്ട്രോളറിൽ കുഞ്ഞിനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ തൊഴിലാളി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ മെയ് 6 രാത്രി 10 മണിയോടെയാണ് ഏകദേശം 8 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മാതാപിതാക്കളെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നോർക്ക റൂട്ട്സിന്റെ പുതിയ വെബ്സൈറ്റിനെതിരെ പരാതി. 1.5 മാസം മുമ്പ് ലോഞ്ച് ചെയ്ത ഈ വെബ്സൈറ്റ് ഉപയോക്തൃ സൗഹൃദമല്ലെന്നാണ് പ്രവാസികളുടെ പരാതി. നിലവിലെ പുതിയ രീതി അനുസരിച്ച് പുതിയ അംഗത്വ കാർഡ് ലഭിക്കുന്നതിനോ കാർഡ് പുതുക്കുന്നതിനോ 2 OTP സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട്. OTP ഒന്ന് മെയിൽ വഴിയും മറ്റൊന്ന് മൊബൈൽ നമ്പർ വഴിയുമാണ് ലഭിക്കുക. ഇത് മെയിൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അറിയാത്തവർ, യൂസർ ID പാസ്വേഡ് മറന്നുപോയവർ, പുതിയ സൈറ്റ് വഴി അക്കൗണ്ട് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നവർ തുടങ്ങിയവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഒമാനിൽ പ്രവാസിയായ കണ്ണൂർ സ്വദേശി നാട്ടിൽ നിര്യാതനായി. മത്രയിൽ ഫോട്ടോ സ്റ്റുഡിയോ നടത്തിയിരുന്നയാളും പ്രശസ്ത സംഗീതജ്ഞനുമായ തലശ്ശേരി മാളിയേക്കൽ ജലീലിന്റെ മകൻ മുഹമ്മദ് ഷാജഹാനാണ് മരിച്ചത്. മസ്കത്തിൽ അറിയപ്പെടുന്ന കീബോർഡ് ആർട്ടിസ്റ്റായിരുന്നു. മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് 3 ആഴ്ചയോളം ഒമാനിലെ ഖൗല ആശുപത്രിയിലായിരുന്ന ഷാജിയെ മാർച്ച് 31 രാത്രിക്കാണ് തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുപോയത്. കുവൈത്തിലെ പള്ളികളിൽ സംഭാവനകൾ സ്വീകരിക്കുന്നത് നിരോധിച്ചു. ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിലെ മോസ്കോ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ബദർ തുർക്കി അൽ ഒദൈബിയാണ് ഇത് സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കിയത്. പള്ളികളിലെ മതപരമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ സാമൂഹികകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക അനുമതിയും മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക അംഗീകാരവും ഇല്ലാതെ ഒരു സ്ഥാപനത്തെയും വ്യക്തിയെയും പള്ളിക്കുള്ളിൽ സംഭാവനകൾ ശേഖരിക്കാൻ അനുവദിക്കരുതെന്ന് സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അറസ്റ്റ് ചെയ്തത് 15,928 നിയമലംഘകരായ പ്രവാസികളെ. ഇതിൽ 10,179 പേർ താമസ കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചവരാണ്. 3,912 പേർ രാജ്യത്തിന്റെ അതിർത്തികൾ അനധികൃതമായി കടക്കാൻ ശ്രമിച്ചപ്പോൾ 1,837 പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതായും അധികൃതർ അറിയിച്ചു. ദുബായിൽ വീട്ടുടമസ്ഥയുടെ കുട്ടിയെ നായ കടിച്ച സംഭവത്തിൽ വീട്ടുജോലിക്കാരിക്ക് 3,000 ദിർഹം പിഴ ചുമത്തി കോടതി. ആവശ്യമായ മുൻകരുതലെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് തെളിഞ്ഞതിനാലാണ് ദുബായ് കോടതി യുവതിക്ക് മേൽ 3,000 ദിർഹം പിഴ ചുമത്തിയത്. കുട്ടിയുടെ അമ്മ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പരാതി സത്യമാണെന്ന് തെളിഞ്ഞു. 14-കാരനാണ് നായയുടെ കടിയേറ്റത്. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ആവർത്തിച്ച് തെറ്റിച്ചതിനെ തുടർന്ന് അബുദാബി സിറ്റിയിലെ ഹംദാൻ ബിൻ മുഹമ്മദ് സ്ട്രീറ്റിലെ റൂബാഷി ബംഗ്ലാ റെസ്റ്റോറന്റ് LLC അബുദാബി അഗ്രികൾച്ചറൽ ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. മുമ്പ് പല മുന്നറിയിപ്പുകൾ നൽകിയിട്ടും വൃത്തിയുള്ള അന്തരീക്ഷത്തോടെ കൊണ്ടു നടക്കാൻ റെസ്റ്റോറന്റ് പരാജയപ്പെട്ടെന്നും ADFSA പറഞ്ഞു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.